Hey, hello, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സദ്യയിലെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. 1 കിലോളം വരുന്നൊരു പൈനാപ്പിളാണ് കേട്ടോ. നല്ല പഴുത്ത പൈനാപ്പിളാണ്. അപ്പോൾ ഇതേപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതേപോലെ നൈസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നല്ല നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന് മധുര പച്ചടി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ പച്ചടിക്ക് എപ്പോഴും നല്ല മധുരമാണ് ഉണ്ടാവുക കേട്ടോ. പൈനാപ്പിളിന് ഇപ്പോൾ മധുരം കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് അധികം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു 5-8 വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അതൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 8 വിസിലും കൂടെ വരുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി പൈനാപ്പിളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒരരപ്പ് തയ്യാറാക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 മുറി നാളികേരമാണ്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് അധികം പുളിയില്ലാത്ത തൈരാണ്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കടുക് ഒരുപാട് ഫൈൻ പേസ്റ്റ് ആക്കി അരയ്ക്കണ്ട. അപ്പം അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം കടുക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പിട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൈനാപ്പിളിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഈ ഒരു അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലെ ഉപ്പും മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് തിളയ്ക്കണം. കാരണം അരപ്പിൻ്റെ കടുകിൻ്റെ ഒക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ഒരു 250 ഗ്രാം റോസ് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വാഷ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെച്ചതിന് ശേഷം ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു ഓണത്തിന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.